ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് ഞാൻ ബുധനാഴ്ച മീറ്റിംഗ് പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് പേരും ഉദ്യോഗസ്ഥരുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിലെ എഡ്യൂക്കേഷൻ ചെയർമാനും സംസ്ഥാന സമിതി അംഗമായ സന്തോഷിച്ചു അവർക്ക് ചെയ്തു. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മനീഷ് നാരായണൻ അദ്ദേഹത്തിന് കൂടി ഞാൻ ആത്മീയമായ സ്വാഗതം. സൂചിപ്പിച്ച വിഷയങ്ങൾ അത് ആരോഗ്യ പ്രവർത്തനം നടപ്പിലാക്കിയതിന് ഈ രോഗത്തെ ജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ജയിച്ചു എന്ന് പറയാം. പക്ഷേ ഇതിനൊരു പെർസെൻറ്റേജ് ഇപ്പോൾ ബാധകമായിട്ടുണ്ടായാലും കൂടി മുൻകരുതലുകളോട് കൂടി മുമ്പോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. ആ മുൻകരുതലുകൾ ഉണ്ടായാൽ ആരും കൂടി അത് ബാധില്ല എന്നുള്ളത് ഞങ്ങൾ അനുഭവത്തിലുണ്ട്. അങ്ങനെ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ വിചാരിച്ചാൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഈ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുള്ള എല്ലാവരുടെയും ഒത്തൊരുമയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നേട്ടത്തിന് സഹായിച്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി ആ ഭഗവാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആറാട്ടിയായി അതുപോലെ തന്നെ ജനകാശുപത്രി സമിതികളായിട്ടും ഒരുപാട് ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുമ്പോൾ മെമ്പർമാർ അതിന് കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ കൂടാതെ പഞ്ചായത്തുകളിൽ വാക്സിനേഷൻ നല്ലൊരു ശതമാനം കൈവരിക്കാൻ പറ്റി. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച ഏകദേശം 97% വരെയാണ് ഫസ്റ്റ് ഡോസ് കവർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ വളരെ സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് തന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് BJP പ്രവർത്തകരെല്ലാവരും നടക്കുന്ന ഈ സമയത്ത് നമ്മൾ അതിയായ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ ഭദ്രത അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാവരും ആരോഗ്യവാന്മാരായി ഉണ്ടാവണമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരും നമ്മൾ ഓരോ പോപ്പുലേഷനിൽ ഓരോ ജനസംഖ്യയിലുള്ള ഓരോ ആളും ഇതിന് എല്ലാം സർവാരോഗ്യമായി ജീവിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ആരോഗ്യ ഭദ്രത ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ വരുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഇനിയും നമ്മൾ ഇനിയൊരു വരുന്നതിൽ നിന്ന്